എന്തായാലും ഇനി തിരുവനന്തപുരത്തേക്ക് പോവാം. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപാണുള്ളത്. സനൂപ് ഇപ്പോൾ എവിടെയാണ്? കോഴിക്കോട് ഇപ്പോൾ മാനാഞ്ചിറയിലും ബീച്ചിലുമാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ഇതാ രണ്ടിടത്ത് പാപ്പാഞ്ഞി വരെ കത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു വിദേശികളും അടക്കമുള്ള നിരവധി പേരുണ്ടാവും തിരുവനന്തപുരത്ത് കോവളം ബീച്ചിലല്ലേ ആഘോഷത്തിനായി. തീർച്ചയായിട്ടും നമുക്ക് പൊതുവിടങ്ങളിൽ ഒരുപാട് ആഘോഷം തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലും അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശികളും സ്വദേശികളും ഒരുമിച്ച് പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നിരവധി പേര് ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരം മുതൽ തന്നെ ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ക്യാമറമാൻ കണ്ണൻ പറയുന്നത്. കാരണം കണ്ണൻ ആ സമയത്ത് ഇവിടെ കഴിഞ്ഞ വർഷവും കണ്ണൻ തന്നെയായിരുന്നു പുതുവത്സരത്തിന്റെ ഷൂട്ടിന് വേണ്ടി വന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു വൈബ് കണ്ണന് തോന്നുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ പോലും ആഘോഷത്തിന് ഒരു കുറവുണ്ടാവില്ല. കാരണം ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ രാത്രി ആവുമ്പോഴേക്കും ഈ ആഘോഷത്തിന്റെയൊക്കെ ഈ ഒരു മാറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ആ ബീച്ചിൽ വന്ന് നിൽക്കുന്നവരോടൊക്കെ ചോദിക്കാം അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി വരുന്നതൊക്കെ എങ്ങനെ നോക്കി നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു 2025? ആഗ്രഹങ്ങളൊക്കെ നടന്നോ? എല്ലാം ഒന്നും നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നടന്നത് 2025? അങ്ങനെ ചോദിച്ചാല് ഒന്നും നടന്നില്ലേ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. 2026 പറ്റി തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. നിങ്ങൾ എവിടെന്നാ വരുന്നേ? ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്. എല്ലാ പ്രാവശ്യം ഇവിടെയാണ് ആഘോഷിക്കുന്നത്? ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. എല്ലാ പ്രാവശ്യവും വന്നില്ലെങ്കിലും വരാൻ പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ വരാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു 2025 ഒക്കെ? കൊള്ളായിരുന്നു. ഈ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നോ? നടന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു. അവർ നമ്മൾ വരണണ്ടിട്ട് ഓടിയോ? കുഞ്ഞുങ്ങളാ, മക്കളാ, അങ്ങോട്ട് ഓടി. ഓക്കെ, അപ്പോ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നല്ല വർഷമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്ന കുറച്ച് ചെറുപ്പക്കാർ കൂടി ഇവിടെ നിൽപ്പുണ്ട്. ആഘോഷിക്കാൻ എന്താ കോളം തന്നെ തിരഞ്ഞെടുത്തത്? അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ കോളം തിരഞ്ഞെടുത്തു. ഇവിടെ തിരുവനന്തപുരത്തുള്ളവർ തന്നെയാണോ? 2025 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോ? ഏറെക്കുറെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ് 2025 പറ്റി? അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് വർക്ക് ചെയ്യണോ പഠിക്കുകയാണോ? വർക്ക് ചെയ്യണം. എവിടെ? ഞാൻ ഇവിടെ കൊടിനടയാണ്. പലരും. എങ്ങനെ ഉണ്ടായിരുന്നു 2025? കൊള്ളാം, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കൊള്ളാം. ഈ 2026 പറ്റി എന്താണ് ഒരു പ്രതീക്ഷ? അതിനി കണ്ടറിയാം. മുൻകൂട്ടി ഒന്നും ഒരു റെസൊല്യൂഷൻ ഒന്നുമില്ല? ഇല്ല, ഒരു പ്ലാനും ഇല്ല. യാത്രയെങ്കിലും പോകുമോ? യാത്ര പോയിരിക്കും. പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നും തന്നെ അവർക്കില്ല. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച കുട്ടികൾ വന്നിട്ടുണ്ട്. ഓടിക്കളയാനുള്ള പരിപാടിയാണ്. എന്നാൽ പോലും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അമ്മ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു 2025? അടിപൊളിയായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറഞ്ഞു 2025. 25 മറക്കാൻ പറ്റാതെന്ന് വെച്ചാ പറഞ്ഞോളൂ. അങ്ങനെയല്ല, ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കോളേജ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്ത് പഠിക്കുന്നേ? നഴ്സിംഗ് പഠിക്കാണ്. അനുഭവങ്ങളൊന്നും ഇല്ലേ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. സൂചി വെക്കാനൊക്കെ പഠിച്ചോ? ഈ വർഷമാണ് പഠിച്ചത് അതോ? ഇല്ല, കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ വർഷം നന്നായിട്ട് എക്സാം ഒക്കെ പാസ്സാക്കാൻ പറ്റി. അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായി. 2026 എങ്ങനെയായിരിക്കും? ഒരു ഉദ്ദേശം പറഞ്ഞേ. നല്ലതാണെന്ന് ഹോപ്പുണ്ട്. അങ്ങനെ വരുമെന്നാണ്. അവരെന്താ ഓടിക്കളഞ്ഞത് രണ്ടുപേരും? അവർക്ക് പേടിയാണോ? ഞങ്ങളെ പേടിയാണോ? അല്ല, ക്യാമറ. ഓക്കെ, 2026 പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും ആർക്കും പറയാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും നല്ല വർഷമായിരിക്കട്ടെ എന്ന് തന്നെയാണ് അവരെല്ലാരും പറയുന്നത്. അപ്പോ ആഘോഷ പരിപാടികൾക്ക് കോവളം ബീച്ചിലും പ്രതീക്ഷിച്ച പോലെ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര ആളുകളില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോടും ബീച്ചിൽ നിന്നുള്ള വാർത്ത അത്ര തിരക്കില്ല എന്നുള്ളതായിരുന്നു.